നമ്മൾ കുറേ കാലമായി ഗോപികൃഷ്ണൻ കാണാൻ കാത്തിരുന്ന ഒരാളെ നമ്മൾ കാണാൻ പോവാ. ഇപ്പൊ ഇത് അത് കണ്ടില്ലേ, BP മൊയ്തീൻ സേവാ മന്ദിർ സ്മാരകമാണ്. അപ്പോൾ അതല്ല, അതിന്റെ ആ സ്മാരകത്തിന്റെ അടിയിലെ ഓഫീസൊക്കെ നിർമ്മിച്ചു കൊടുത്തത് നമ്മുടെ നടൻ ദിലീപാണെന്നാണ് നമ്മൾ മുക്കത്തുകാരിൽ നിന്ന് അറിയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയുക, ഇതാണ് നമ്മൾ ഒരുപാട് കാലമായി കാത്തിരുന്ന കാഞ്ചനമാല, വൺ ആൻഡ് ഓൺലി കാഞ്ചനമാല. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? മാത്രമല്ല ആ സിനിമയൊക്കെ വന്നതിന് ശേഷം ഉണ്ടല്ലോ, ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഈ ചേച്ചി ഒന്ന് കാണാൻ കാത്തിരിക്കുന്നത്. എത്രയോ ആള് വന്ന് കണ്ടുപോയി, ഒരുപാട് പേര് വന്ന് കണ്ടുപോയി അല്ലേ? ഒരുപാട്. ഈ ചേച്ചി സിനിമ കണ്ടല്ലോ അല്ലേ? ആ സിനിമ കണ്ടല്ലോ. സിനിമ ഞാൻ ഒരു പ്രാവശ്യം കണ്ട് എന്ന് പറയാം, ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. ഫോണിൽ പോലും നോക്കിയിട്ടില്ല, ഫോണിലുണ്ടായിരുന്നു, ഞാൻ നോക്കിയില്ല. പിന്നെ കണ്ടോ ആ സിനിമ കാഞ്ചനയുടെ ജീവിതമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെയുള്ള സിനിമയാണോ? 80% ഉണ്ട് അല്ലേ? ഞാനും മെഡിസിന് പഠിക്കാന്നുള്ളത് തെറ്റാവും, ബാക്കിയൊക്കെ ശരിയായിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും അതായത് പുള്ളിക്കാരി എന്റെ ഭാര്യ വന്നിട്ടുണ്ട്. ഭാര്യയും കുറച്ചു കാലമായിട്ട് ഒന്ന് വന്നോളൂ വന്നൊരു കൈ കൊടുത്തോളൂ. ജസ്റ്റ് കുറച്ചു കാലമായി കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തോ കാര്യം എനിക്കറിയത്തില്ല. പുരുഷന്മാർ ഒരിക്കലും പിണങ്ങി പോയില്ല. അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നും അല്ല മാം, ഇവരെല്ലാരും ഇവിടെ കളിയാക്കുന്ന സീണ്ടനാരുടെ കാഞ്ചനമാലയായിരുന്നു. അപ്പൊ ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു അല്ലേ? ഒരുപാട് സന്ദർശകരൊക്കെ ഉണ്ട് ഇപ്പൊ അല്ലേ? ഉണ്ട്. ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ? ചെവിന്റെ മറ്റേതില്ലേ, ബാലൻസ് തെറ്റൽ വന്നു. എന്നാലും വിശ്രമിക്കുന്നില്ല, ഇവിടെ എത്തും. അപ്പൊ ഇതിന്റെ ഒരു ജോയിന്റ് ഡയറക്ടറോട് നമ്മളോട് ഒരു കാര്യം കൂടെ ചോദിക്കാം. അതായത് ലഹരിക്കെതിരെ ഉള്ള ഒരു പോരാട്ടമാണ്, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. അപ്പൊ എന്താണ് ഞങ്ങൾ ഇപ്പോഴല്ല തുടങ്ങിയ, കുറച്ച് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. ആ സമയത്ത് വീട്ടുകാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ തന്നെയാണോ? അവരൊക്കെ മൊയ്തീൻ മരിച്ചോടുകൂടി വീട്ടുകാർക്ക് ഭയമില്ലായിരുന്നു അവർക്ക്. അതൊരു പ്രണയത്തിന്റെ നിത്യസ്മാരകമാണ് ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. ലഹരിയുടെ കാര്യം പറഞ്ഞില്ല, എന്താണ്? അല്ല, പ്രണയത്തിന്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞാൽ മതി. കാര്യം അറിയോ, ഇപ്പോഴത്തെ പ്രണയം എല്ലാം 2, 3, 5 ദിവസമേ ഉള്ളൂ. ഒരാളിന് വേണ്ടി ഇത്രയും കാലം കാത്തിരുന്ന ഒരു പ്രണയശ്രീ. അത് ശരി, അത് കാത്തിരിക്കാൻ കഴിയാതെ പോയി പോകുന്ന പലരും ഉണ്ടാവും ഹൃദയത്തിൽ. മരിച്ചുപോയവരില്ലേ, മനസ്സിലായില്ല? ആ ഡോക്ടറൊക്കെ കണ്ടില്ലേ, ശ്രീധരൻ ചോദിച്ച് താൻ സ്നേഹിച്ച വിദ്വാൻ അതിനെ എതിർത്തില്ല. അവർ മരിക്കായിരുന്നില്ല വേണ്ടത്, അയാളെ മുഖത്ത് പോയി തുപ്പിയിട്ട് ഇറങ്ങിപ്പോണ്ടേ, അത് ചെയ്തില്ല. പക്ഷെ പാവം ദുഃഖായിപ്പോയി. ദീർഘനാളായി വരുന്നുണ്ട്, കുറെ നാളെ അവർക്ക് ഉപദേശം നേരെയാക്കുന്ന ശ്രമത്തിലൊക്കെ ഒരുപാട് പേര് കൗൺസിലിംഗ് വരുന്നുണ്ട്. ലഹരിക്കെതിരെ ഞങ്ങൾ എന്നും എതിരാണ്. മെങ്കാരശ്ശേരിന്റെ ജ്യേഷ്ഠൻ സലാം എടുക്കണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ എത്രയോ പ്രവർത്തനം നടത്തി, ഒരുപാട് ആളുകളെ മദ്യത്തിൽ നിന്ന് മുക്താക്കി. പക്ഷെ ഈ ലഹരി ഉണ്ട് എന്ന് എനിക്കറിയാം. എവിടെയാണെന്ന് വെച്ചാൽ ഒരു കൂട്ടം അമ്മമാരൊരു ഭാഗത്ത്, ഞങ്ങളുടെ മക്കള്, അതായത് 7ാം ക്ലാസ്സിന്റെ താഴെയുള്ള കുട്ടികളാണ്, 8ാം ക്ലാസ്സിന്റെ താഴെ കുട്ടികൾ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അപ്പം എനിക്കിങ്ങനെ ലഹരിയാണോ എന്നിങ്ങനെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു, അപ്പോൾ ഒരമ്മ കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ മോനെ എടീന്ന് വിളിച്ചെന്ന്. സാധാരണ ഒരു കുട്ടികളെ എടീന്ന് അമ്മേനെ വിളിക്കൂലല്ലോ. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം കാണലെടുത്ത് ഇതിലായിരുന്നു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അവരൊക്കെ ആശ്വസിപ്പിച്ച് വിട്ട് ഞാൻ നേരെ മണാശ്ശേരിക്ക് ചന്ദ്രമാഷുണ്ട്, പിന്നെ കോൺഗ്രസ് നേതാവ്, എല്ലാ BJP ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരോടെല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവം ഇങ്ങനെയുണ്ട്, കുട്ടികളെ എവിടെയാണ് കൂടുന്നതെന്ന് അറിയില്ല, കുട്ടികളിങ്ങനെ അമ്മമാർ വളരെ വേദനയിലാണെന്ന്. ചന്ദ്രമാഷ് ഉടനൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച്, എന്നിട്ട് എനിക്ക് വിളിച്ച് പറഞ്ഞ് സ്ഥലം കണ്ടുപിടിച്ച് ഇനി ഞങ്ങൾ ശരിയായിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ അനുഭവങ്ങളുണ്ട് ഇതിൻ്റെ ലഹരിക്കെതിരായിട്ടുള്ള. ഞങ്ങളെന്നും ലഹരിക്കെതിരാണ്. ലഹരി നമ്മളെ സേവനമാണ് ഞങ്ങളെ ലഹരി. ഇപ്പം പണ്ട് പ്രണയമായിരുന്നെങ്കിൽ ഇപ്പം സേവനം. അമ്മ, പ്രണയമാണ് ലഹരി എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും പ്രണയം ഒരു ലഹരി തന്നെയാണ്. മാത്രമല്ല, ഞാന് കാഞ്ചനയിടത്തി എന്ന് വിളിക്കുന്നതല്ല അല്ലേ, കാഞ്ചനയിടത്തിയെ കുറിച്ച് എപ്പോഴും ആലോചിക്കുന്നത്, ആ സിനിമയിൽ ഒരു പാട്ടുണ്ടല്ലോ,
കാത്തിരുന്ന് പുഴമെലിഞ്ഞു. എല്ലാ പാട്ടുകളും ആ നല്ലതാണ്. പാട്ട് നമുക്ക് സഹിക്കാൻ പാട്ടാണ് ആ പറ്റില്ല. സിനിമേന്റെ ഒരു കാത്തിരിപ്പിന്റെ ഇത്രയും എനിക്കൊരു ഒരു ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഒരാൾ പാടിയാന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു മലയാളി ആത്മാ പറഞ്ഞങ്ങ് പാടിയിരിക്കുക. ആ പാട്ട് ഇടയ്ക്കിടെ കേൾക്കൂ. പാട്ടില്ലേ ശാസ്ത്ര സംഗീതം വരെ പഠിച്ചോ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം എനിക്ക് പാടാൻ പറ്റുമോ? അവസാനം 9 വയസ്സില്ല ഞാൻ ആശാനോട് പറഞ്ഞ്, ആശാനെ ഞാൻ എൻ്റെ കുട്ടികളെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കൂല. അതൊരു അറമ്പറ്റലായി. കുട്ടികളില്ലല്ലോ. ആറമ്പറ്റിപ്പോയല്ലേ? ഒരു 9 വയസ്സേ ഉള്ളൂ എനിക്കൊന്ന്. ഞാനത് അയാളോട് പറയുമ്പോ ഈ നമ്മുടെ ഈ RS മെമ്മോയിൽ പിന്നെ വഴിക്ക് വന്നു സംവിധായകൻ ഇവിടെ വന്നിട്ടില്ല. വിളിച്ചിരുന്നു. ഞാൻ ഇതിന്റെ അദ്ദേഹത്തോട് പറയാനുണ്ടോ ഇവനോട്? ഇത്രയും നല്ലൊരു പടം ചെയ്തു, വിജയിച്ചോന്നറിയില്ല. വിജയിച്ചു, വലിയ വിജയിച്ചു എന്ന് മാത്രമല്ല അതൊരു തരംഗമായി മാറി. മാത്രമല്ല ഈ പ്രണയിക്കുന്നവരെ മുഴുവൻ കാഞ്ചനമാല എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയായി. അല്ല, ഏതാണ് പടം? എന്ന് നിന്റെ മൊയ്തി. അതെ, ഞാൻ വിചാരിച്ചു വേറെ പടം. അല്ലല്ല വിമൽ ഇനി ഈ വിമലിന്റെ മാസ്റ്റർ പീസാ അല്ലേ? പുതിയ സിനിമ വരിയോ പൂർത്തിയാക്കോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ പീസ് ആ ഇത് ഇനി ഇതിൽ കൂടുതൽ സിനിമ ചെയ്യാനില്ല. മാത്രമല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ കാഞ്ചനമാല തരംഗമായി കഴിഞ്ഞു. ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമുള്ളവരുടെ കാര്യം ഞാൻ മിണ്ടാതിരുന്ന കാര്യം അവര് കുഴപ്പത്തിലാവണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും വളരെ വരുന്ന കാണാൻ വേണ്ടിയിട്ടാണ്. വരുന്നുണ്ടല്ലേ? സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. സന്ദർശകരുടെ എണ്ണം കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ഭയങ്കര കുഴപ്പമായിരുന്നു. ഒരു സമയത്ത് വലിയ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അല്ലേ? ഏറ്റവും രസം അതല്ല, കുട്ടികളെ അരിശ്രീ എഴുതിക്കില്ലേ, അതിന് എന്റെ അടുത്ത് വരിക. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്റെ വിദ്യാഭ്യാസം കൂടെ പൂർത്തിയാക്കിയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ എഴുതുകയാണ്. അത് ഷെഡാണ്, ഞങ്ങളന്ന് ഷെഡില്ല. അപ്പൊ എന്നെ കാണാൻ ഒരു ബ്രാഹ്മണന്റെ അടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അയാളോട് പറഞ്ഞു നിങ്ങളൊന്ന് എഴുതി കൊടുക്കുന്നത്. തിരൂരിന്ന് വരികയാണ് അവര്. അപ്പൊ അയാള് വന്ന് നിങ്ങൾ എഴുതാൻ വേണ്ടിട്ട് അവിടെ എഴുതാനുള്ള ആൾക്കാരെ കിട്ടായിട്ടല്ല അവര് വന്നത്. അപ്പൊ നിങ്ങൾ തന്നെ എന്ത് പേടിക്കേണ്ട, അതേപോലെ അത് തുടങ്ങി. അപ്പൊ കഴിഞ്ഞാലും വന്ന് ഓരോരുത്തരും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പ്രണയം എന്ന് പറയുന്ന ഈ ഉന്നതമായ വികാരത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതങ്ങനെ ചരിത്രത്തിൽ സ്ഥാനം നേടി. ഇരവഞ്ഞിപ്പുഴ അറബിക്കടലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ള അതെ. ഈ അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതിന്റെ സ്ഥാപനത്തിൽ ഒരു ജോയിന്റ് ഡയറക്ടറോടുണ്ട്. പേരെന്താ? ബേബി ഷക്കീല. എന്തായിരിക്കും നമ്മുടെ ഇവിടുത്തെ പരിപാടി? ഇവിടെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കൗൺസിലിംഗ്, ഫാമിലി വെൽനസ് പരിപാടി, തൊഴിൽ പരിശീലന കേന്ദ്രം, സൈക്കോളജി. ഇവിടെ കൗൺസിലിംഗ് നടക്കാറുണ്ട്. ഇഷ്ടംപോലെ വരുന്നുണ്ട്. ലഹരിക്ക് അടിമയായിട്ട് ഫാമിലി, ബ്രോക്കൺ ഫാമിലി ഒക്കെ ആയിട്ട് അവർ ഫാമിലി കൗൺസിലിംഗിനൊക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ വരുന്നുണ്ട്. 100 പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സന്തോഷം. അപ്പൊ ചേട്ടത്തി ഞങ്ങൾ കൊണ്ട് നീങ്ങുന്നു. നിങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കും. ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹോപഹാരം. ഞങ്ങള് 3 പേരോട് നമ്മുടെ സൈക്കോളജിസ്റ്റ് ഡോക്ടറേറ്റ് ഒക്കെ ഗുണകരമാകട്ടെ. ഒരുപാട് പേർക്ക് ഈ ലഹരി മുക്ത ഇത് അല്ലെ ഞങ്ങളെ പരിപാടിന്റെ ഏറ്റവും വലിയ ശക്തിയല്ലേ? ആണല്ലേ. അപ്പൊ ചേട്ടത്തി ഞങ്ങൾ അങ്ങോട്ട് പോട്ടോ. ഞങ്ങൾ ഇനിയും വരും. വരുന്ന പ്രമാണിച്ച് നമ്മൾ അറിയിക്കും. ഇവിടെ സന്ദർശിക്കണം. ഞങ്ങൾ വരാം. അപ്പൊ സന്തോഷം. ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? കോളേജിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ടല്ലോ. ഈ ആശ്മി കൊണ്ട് തോറ്റി. ഓക്കെ, അപ്പൊ ഞങ്ങൾ നീങ്ങട്ടോ എങ്കിൽ. സന്തോഷം. അപ്പം കാത്തിരുന്ന് പുഴ വലിഞ്ഞ് പാടി ഞങ്ങൾ ലഹരി മുക്തമാകണം. ഞങ്ങൾ അമ്മയായിട്ട് കാണുക. അമ്മയാണ് സത്യം. നമ്മളാക്കിയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളില്ലാന്നൊന്നും വിചാരിക്കരുത്. അമ്മയാണ് സത്യം. ഒരു വാർത്ത പോട്ടെ. അപ്പൊ ഞാൻ ഇനി ഗ്ലാസം കഴിക്കട്ടെ.